അപൂർവമായ ഒരു അന്ത്യയാത്ര ആലപ്പുഴയോട് അടുക്കുകയാണ്. പുന്നപ്രയിലേക്ക് VS-ന്റെ ജന്മനാട്ടിലേക്ക് അടുക്കുകയാണ്. വിട്ടുകൊടുക്കാൻ മടിച്ചതുപോലെ ഓരോയിടത്തും ജനസഞ്ചയങ്ങളുണ്ട്. VS-നൊപ്പം ജനനായകനൊപ്പം അവസാന നിമിഷങ്ങൾ പങ്കുവയ്ക്കുക എന്ന ആഗ്രഹത്തോടു കൂടി VS പങ്കുവെച്ചു കൊടുത്ത ആശയങ്ങളോട്, VS കയ്യിൽ പിടിപ്പിച്ചു കൊടുത്ത ചെമ്പതാകയോട് ഐക്യപ്പെട്ടുകൊണ്ട് ഓരോയിടത്തും ജനങ്ങൾ VS-നെ കാണാൻ കാത്തു നിൽക്കുകയാണ്. ഓരോ കിലോമീറ്ററുകളും പിന്നിടാനെടുക്കുന്ന സമയം ഓരോയിടത്തും കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് ഒന്നുകൂടി കണ്ണു പതിപ്പിക്കാനുള്ള ഒരു സമയം അതനുവദിച്ചുകൊണ്ടാണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത്. കണ്ണു നിറഞ്ഞ് കരളു കീറി നിൽക്കുന്ന മനുഷ്യരാണ്. അവർക്കൊരിക്കൽ കൂടി VS-നെ ഒന്ന് കാണേണ്ടതുണ്ട്. അത് ഈ ജീവിതത്തിലെ അവസാനത്തെ കാഴ്ചയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ശരിയാണ്, ഒരു നെഞ്ചിടിപ്പ് മാത്രം, ഒരു ശ്വാസം മാത്രമാണ് കുറേയേറെ നാൾ അവശേഷിച്ചത് എന്ന് അവർക്കറിയാം. പക്ഷേ അങ്ങനെയായെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന ആശ്വാസം പേറിയ മനുഷ്യരുണ്ട്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അനീതിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ, അസംബന്ധങ്ങൾ കേൾക്കുമ്പോൾ, ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സഹോദരത്തിനെതിരെയുള്ള വെറുപ്പ് കേൾക്കുമ്പോൾ VS ഉണ്ടായിരുന്നെങ്കിൽ, ആ നാവിൻ്റെ മൂർച്ചയുണ്ടായിരുന്നെങ്കിൽ, കരുതലിന് കാവലിന് എന്നുള്ള ഒരു ചിന്ത ഓരോ മനുഷ്യനിലും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വിലാപയാത്ര വലിയ നഷ്ടബോധത്തോടു കൂടിയാണ് കേരളം കാണുന്നത്. എന്താണില്ലാതായത്, എത്രത്തോളമാണ് ആ ശൂന്യത എന്ന് തിരിച്ചറിയുന്ന സമയം കൂടിയാണ് ഇത്. മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളാണ്. ആ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ കാലത്തോട് വിളിച്ചു പറയുന്ന ഒന്നുണ്ട്. അത് VS തങ്ങൾക്ക് ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നും തന്നെയാണ്. വലിയ ചുടുകാട്ടിലേക്കാണ് ഈ യാത്ര. പുന്നപ്രയിലെ വീട്ടിലേക്കെത്തി പൊതുദർശനത്തിന് ശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വൈകിട്ട് 3 മണിയോളം പൊതുദർശനം. അതിനുശേഷം 4 മണിയോടുകൂടി വലിയ ചുടുകാട്ടിലേക്ക് VS എത്തും. ഉണങ്ങാത്ത ചോരപ്പാടാണ്. എത്ര കാലങ്ങൾ പിന്നിടുമ്പോഴും, ഓരോ പതിറ്റാണ്ടിലും ഓരോ വേഷങ്ങൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾ കൈക്കൊള്ളുമ്പോഴും VS-ന് എന്നും വലിയ ചുടുകാടും പുന്നപ്ര വയലാറിലെ സമരഭൂമിയും എല്ലാം ഉണങ്ങാത്ത വേദന തന്നെയാണ്. തൻ്റെ കാലിലെ ചോരപ്പാട് കാണിക്കുമ്പോഴും VS എപ്പോഴും പറയുന്നത്, ആ ബയണറ്റ് കുത്തിത്തിളഞ്ഞ് കയറുന്ന സമയത്ത് ഞാൻ ഓർത്തത് പുന്നപ്രയിൽ ജീവൻ കൊടുത്ത എൻ്റെ സഖാക്കളെയാണ് എന്നുള്ളതാണ്. എത്രത്തോളം വലിയ വേദനയാണ് ആ ഓർമ്മകൾ VS-ന് എല്ലാ കാലവും നൽകിയിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ് അത്. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ അത് ദിവാന്റെ പരിഷ്കരണങ്ങൾക്കെതിരായ വലിയ ഇല്ലാത്തവന്റെ പോരാട്ടമായി, അവകാശബോധമുള്ള തൊഴിലാളികളുടെ പോരാട്ടമായി, നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവന്റെ ആത്മധൈര്യത്തിന്റെ, അഭിമാനബോധത്തിന്റെ പ്രഖ്യാപനമായി മാറുന്ന വേളയിൽ 100 പേരെ പിടിച്ചാൽ 6 പേരെ മതിയെന്ന പ്രഖ്യാപനം അതേപടി പാലിച്ച പോലീസിന്റെ അധമത്വം അങ്ങനെ തന്നെ വിളയാടിയ കാലത്ത്, ക്രൂരപീഡനങ്ങൾ വിളയാടിയ കാലത്ത്, മരിച്ചുപോയ മനുഷ്യന് മനുഷ്യാവകാശമോ മനുഷ്യാന്തസ്സോ ഇല്ല എന്ന കാട്ടാള ബുദ്ധിയുടെ നേർക്കാഴ്ചയായി മണ്ണെണ്ണയൊഴിച്ചു കൂട്ടിയിട്ടു കത്തിച്ചില്ലാതെ പോയ മനുഷ്യർ, മുഖമില്ലാത്തവരോ എവിടെയാണ് അന്തി ഉറങ്ങുന്നത് എന്നതുപോലും കാലം രേഖപ്പെടുത്തപ്പെടാതെ പോയ എത്രയോ മനുഷ്യർ. ഔദ്യോഗിക രേഖകളിൽ എണ്ണം പറഞ്ഞിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളടക്കം ആ കട്ടാള കൃത്യത്തിന്റെ ഇരകൾ ആയിരക്കണക്കിന് പേർ എന്നുള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ ജീവത്യാഗങ്ങൾ കണ്ട ആ മണ്ണിലേക്ക്, പി കൃഷ്ണപിള്ള മുതൽ ഗൗരിയമ്മ വരെ ഉറങ്ങുന്ന ആ മണ്ണിലേക്കാണ് VS-ന്റെ മടക്കയാത്ര. അവർ കാത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളത്. തങ്ങൾ പിരിഞ്ഞുപോയ കാലം മുതൽ ഇങ്ങോട്ട് VS പോരാടി നേടിയ ചരിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ടാകും എന്നതായിരിക്കാം ഒരു പക്ഷേ സങ്കല്പം. VS അച്യുതാനന്ദൻ വലിയ ചുടുകാട്ടിലേക്കുള്ള മടക്കയാത്ര തുടരുകയാണ്. ആലപ്പുഴയുടെ മണ്ണിലേക്ക് കയറിയപ്പോൾ മുതൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്ക് ആ സഹനത്തിന്റെ സാക്ഷ്യമുണ്ട്, ആ സമരങ്ങളുടെ തീക്ഷ്ണതയുണ്ട്. അത് കണ്ണിലും നെഞ്ചിലുമേറ്റിക്കൊണ്ടാണ് ആലപ്പുഴയുടെ മക്കൾ ആലപ്പുഴയുടെ വീരപുത്രനെ വരവേൽക്കുന്നത്.
ഷിനോജ് ശ്രീ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഓരോ നിമിഷവും അല്ലെ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളായി അവിടെ നിൽക്കുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അവരിലേക്ക് VS എത്തുകയാണ്. ഉത്തര കേരളത്തിൽ നിന്നുള്ള മനുഷ്യരെല്ലാം ആലപ്പുഴയിലേക്കാണ് വന്നിരിക്കുന്നത്. അതൊരു വലിയ ഒഴുക്കായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അത്രമേൽ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരിലേക്ക് VS ഒരിക്കൽ കൂടി വരികയാണ്.